ഹായ് കൂട്ടുകാരെ, കഴിഞ്ഞ സൺഡേ അപ്പുവിൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു കേട്ടോ, ആദ്യ കുർബാന സ്വീകരണം. അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാഴ്ചകളൊക്കെ ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ തലേന്ന് ശനിയാഴ്ച രാവിലെ മുതലുള്ള വിശേഷങ്ങളാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചെടികളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് മാറ്റാനുണ്ടായിരുന്നു. തലേ ദിവസം ചെടികൾക്കൊക്കെ വെള്ളമൊഴിക്കുന്ന ആ ഒരു സമയത്ത് തന്നെ വെള്ളിയാഴ്ച ഈവനിങ്ങിൽ തന്നെ ഞാൻ ഈ ചെടികളെല്ലാം ഈ ഒരു ഭാഗത്തേക്ക് മാറ്റി ആ ഒരു ഭാഗം ഫ്രീ ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെന്തിനു വേണ്ടിയിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ചെറിയ രീതിയിലൊരു പന്തലൊക്കെ ഇടുന്നുണ്ടായിരുന്നു, ഭക്ഷണം കൊടുക്കാനും ഒക്കെ ആയിട്ട്. അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് നമുക്കൊരു 10-30 ആളോളം നാട്ടിൽ നിന്ന് വരുന്നുണ്ട്. പപ്പയുടെ സൈഡിൽ നിന്നും അനീത്തിയുടെ സൈഡിൽ നിന്നൊക്കെ ആയിട്ട് 10-30 ആളോളം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചെടികളൊക്കെ ഈ ഒരു ഭാഗത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ പൂക്കളൊക്കെ നിറഞ്ഞ് നിൽക്കുന്ന ചെടികളൊക്കെ ഞാനിങ്ങനെ ഈ ഭാഗത്തേക്ക് ഒരുമിച്ചാക്കി വെച്ചു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. എല്ലാവരും നല്ല അടിപൊളിയായിട്ടുണ്ട് എൻ്റെ ഗാർഡൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം അല്ലേ. അപ്പോൾ രാവിലെ തന്നെ ഞാനിങ്ങനെ വന്നു. ഇതാ ഇവിടെ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ക്ലീനാക്കി അടിച്ച് കഴുകി ഇവിടെയൊക്കെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, പന്തലുകാർ വരുമ്പോൾ ഇടാനായിട്ട് കേട്ടോ. ചെറിയ പന്തലാണ്, ഇത്രയും സ്ഥലത്തുള്ള ഒരു പന്തൽ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്തേക്ക് ഇടാൻ പറ്റില്ല, നമ്മൾ ഈ ഗ്രീൻ നെറ്റ് കെട്ടിയിട്ടുള്ള കാരണം കൊണ്ടേ. അപ്പോൾ പിന്നെ ചെടികൾ ഈ ഭാഗത്തേക്ക് എടുത്തു വെച്ചു കേട്ടോ. അടുക്കളയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നമുക്ക് രാവിലെ ഇന്ന് ഫുഡ് പ്രിപ്പറേഷനൊന്നുമില്ല. ഇന്നും നാളെയും 2 ദിവസത്തെ ഫുൾ ഭക്ഷണം നമ്മൾ പുറത്തുനിന്ന് ഏൽപ്പിച്ചിരിക്കുകയാണ് കേട്ടോ, കാലത്തും ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ. കാരണം നമ്മൾ വീട്ടിലുള്ളവരടക്കം 10-50 ആളോളം ഉണ്ട്. അപ്പോൾ ഈ 50 ആൾക്കുള്ള ഭക്ഷണം നമ്മൾ വീട്ടിലുണ്ടാക്കുക എന്ന് പറയുമ്പോൾ അതത്ര പോസിബിൾ അല്ലാത്ത കാരണം കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പന്തലുകാരൊക്കെ വന്നു. ഇങ്ങനെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന ഒരു പന്തലാണ് കണ്ടോ. ഇതുപോലെ 4 കാല് വെക്കുക, അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഈ തുണി വെച്ചിട്ട്, മഴക്കാലത്ത് ഈ ഒരു പന്തൽ പറ്റില്ല കേട്ടോ ടെറസിലൊന്നും. അപ്പോൾ അതായത് ഇതുപോലെ ഭംഗിയുള്ള തുണികളൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഈ പന്തലുണ്ടാക്കുന്നത്. അങ്ങനെ നമ്മുടെ പന്തലൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കസേരകൾ നമ്മൾ ഒരു 10-25 കസേരയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. കാരണം ഇത്ര ആൾക്കാർ വരുമ്പോൾ ഇരിക്കാൻ സ്ഥലം വേണ്ടേ. അപ്പം അതിന് വേണ്ടി കസേരകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ ബെഡും കാര്യങ്ങളൊക്കെ വാടകയ്ക്ക് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും നാട്ടിൽ നിന്ന് വരുന്നവർ എത്തി, സ്റ്റേഷനിൽ അവിടെ എത്താറായി എന്ന് പറഞ്ഞപ്പം ഇവരെ കൊണ്ടുവരാൻ പോവാണ് കേട്ടോ. അപ്പം നമ്മുടെ 2 കാറുണ്ട്, അനിയൻ്റെ കാറും നമ്മുടെ കാറും, 2 കാറും പിന്നെ ഒരു ടെമ്പോ ട്രാവലർ ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം കൂടി അവരങ്ങനെ വരാൻ പോയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വരുന്നതോടനുബന്ധിച്ച് ഇവിടെ ഹോളൊക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി പെയിൻറ്റിങ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നതാണല്ലോ. അപ്പോൾ അവരങ്ങനെ അത് കഴിഞ്ഞു. മോർണിംഗ് ഫുഡ് വന്നിട്ടുണ്ട് കേട്ടോ. ഇന്ന് നമുക്ക് രാവിലെ പൂരിയാണ്, പൂരിയും ചട്നിയും ഉരുളക്കിഴങ്ങ് നമ്മുടെ മസാലക്കറിയൊക്കെയാണ് കേട്ടോ. ഉരുളക്കിഴങ്ങ് കറിയൊക്കെയാണ്. ഞങ്ങളുടെ ഫസ്റ്റ് അതിഥിയാണെന്ന് ഓടിച്ചാടി വരുന്നത്. നിങ്ങൾ 4 ആളെ കാറിലുണ്ടായിരുന്നുള്ള അതെയാ. പെങ്ങളും പിള്ളേരൊക്കെയാണ് കേട്ടോ ഫസ്റ്റ് കാറിൽ വന്നത്. പിന്നെ ഇതാ ബാക്കി എല്ലാവരും വന്നു, അനീത്തിയുടെ വീട്ടിൽ നിന്നുള്ളവരെല്ലാവരും. അവർ കുളിക്കലും ഭക്ഷണം കഴിക്കലും ഒക്കെ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഞങ്ങളുടെ ഇളയപ്പൻ്റെ വീട്ടിൽ നിന്ന്, അപ്പച്ചൻ്റെ അനിയൻ്റെ അവിടെ നിന്ന് അവർ വരുമ്പോൾ എനിക്ക് കടുമാങ്ങ കൊണ്ടു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏകദേശം കഴിഞ്ഞ വർഷം തൊട്ട് ഞാൻ പറഞ്ഞു തുടങ്ങിയതാണ് ഇനി വരുമ്പോൾ കടുമാങ്ങ കിട്ടിയാൽ കൊണ്ടുവരണമെന്ന്. അങ്ങനെ അവർ ഇപ്രാവശ്യം വരുമ്പോൾ എനിക്ക് കടുമാങ്ങ കൊണ്ടു തന്നു. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി കഴുകി തുടച്ച് ഉപ്പിട്ട് വെച്ചു കേട്ടോ, അത് വാടണ്ടാന്ന് വിചാരിച്ചിട്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇന്ന് ഉച്ചയ്ക്കിലേക്ക് ഒരു മാമോദീസ ഉണ്ടായിരുന്നു, അങ്കിളിൻ്റെ പപ്പയുടെ അങ്കിളിൻ്റെ മോളുടെ കുട്ടിയുടെ കേട്ടോ. ഞങ്ങൾക്ക് എല്ലാവർക്കും പോകണം, പെങ്ങൾക്കും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എല്ലാവരും മാമോദീസയ്ക്കായിട്ട് പോന്നു. ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ റെഡിയായിട്ട്. പിന്നെ അവർ വന്നവരിൽ കുറച്ച് പേര് ശിവാജി നഗറും അവിടെ മാളുകളും ഒക്കെ കാണാനായിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. കുറച്ച് പേര് വീട്ടിലുണ്ട്, അവർക്കുള്ള ഉച്ചഭക്ഷണം അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. മീൻകറിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഭക്ഷണം എത്തിയിട്ടുണ്ട്. അതൊന്നും ഞാൻ വീഡിയോ എടുത്തില്ല, ഞാൻ റെഡി ആവുന്ന സമയത്തൊക്കെയാണ് ഫുഡ് വന്നത്. അപ്പോൾ പിന്നെ അതൊന്നും വീഡിയോ എടുത്തില്ല. ഞങ്ങളിവിടെ മാമോദീസയുടെ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇതാ നല്ല അടിപൊളി നല്ലൊരു ഹോട്ടലിലായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും അവിടെ കേക്ക് കട്ടിങ് ഞങ്ങൾ ചെന്നിട്ടാണ് തുടങ്ങിയത്. കറക്റ്റ് ടൈമിന് ഞങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നിന്നു ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉണ്ടോ. അപ്പം ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ. ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടുതലുണ്ട്. ഞങ്ങൾ പിന്നെ ഒരു 10 ആളുണ്ട്. പിന്നെ പെങ്ങളും അളിയനും പിള്ളേരും ഒക്കെ ആയിട്ട് അങ്ങനെ ഒരു 10-15 ആൾക്കാർ ഞങ്ങളുണ്ട് കേട്ടോ.
അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഫോട്ടോ എടുക്കലും ഒക്കെ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേഗം ഭക്ഷണം കഴിച്ച് പോരാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ വീട്ടിൽ ഗസ്റ്റ് ഉണ്ടല്ലോ ഓൾറെഡി. അതുകൊണ്ടാണ് നമ്മൾ പള്ളിയിലേക്കൊന്നും പോവാതിരുന്നത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പള്ളിയിലേക്ക് എത്തില്ല, കാരണം നമുക്ക് ഫംഗ്ഷനും അവിടെ ആൾക്കാരൊക്കെ വന്നിട്ടുള്ളത് കൊണ്ട്. അങ്ങനെ നമ്മുടെ ഫോട്ടോ സെക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു. നല്ല വെറൈറ്റി ഫുഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പ്, പിന്നെ പാസ്ത, ഈ ഭാഗത്ത് അങ്ങനെ അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. ചിക്കനായിട്ടും വെജിറ്റേറിയനായിട്ടും ഒക്കെ കുറേ സംഭവങ്ങളുണ്ടായിരുന്നു. ബിരിയാണി, ചോറ്, ഗ്രിൽഡ് ചിക്കൻ, അങ്ങനെ എല്ലാതൊന്നും കുറച്ചെടുത്ത് ഞങ്ങളെല്ലാവരും കഴിച്ചു. അങ്ങനെ വീട്ടിൽ വന്നു. രാത്രി പിന്നെ ഇത് രാത്രിയിലത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. മുഴുവനായിട്ട് അങ്ങനെ നമുക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ലല്ലോ. പലർക്കും ചിലപ്പോൾ വീഡിയോയിൽ വരാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അവരുടെയൊക്കെ ഒരു പ്രൈവസി മാനിച്ചുകൊണ്ട് നമ്മളങ്ങനെ എല്ലാ വീഡിയോസൊന്നും എടുത്തിട്ടില്ല. രാത്രി ഇങ്ങനെയായിരുന്നു. നമ്മളിവിടെ ഈ കിടക്കൊക്കെ ഇട്ട് കഴിച്ച ഭക്ഷണമൊക്കെ കഴിക്കലും ഒക്കെ ആയിട്ട് രാത്രി എല്ലാവരും അവിടെ അടിപൊളിയായിട്ട് കൂടിയിട്ടോ. പുലർച്ചെ 3 മണിയൊക്കെ ആയിട്ടാണ് ഞങ്ങൾ കിടന്നത്. പിന്നെ പിറ്റേന്ന് രാവിലെ അപ്പു പോവാനായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടോ? അപ്പോൾ വൈറ്റ് ഷർട്ടും ബ്ലാക്ക് പാൻറ്റും അങ്ങനെയാണ്. അവിടെ പള്ളിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവർ ബൊക്കയും പൂവും കാര്യങ്ങളൊക്കെ കൊടുക്കും. അങ്ങനെ നമ്മൾ പ്രാർത്ഥനയോടുകൂടി അവനെ പള്ളിയിലേക്ക് പറഞ്ഞയക്കുകയാണ് കേട്ടോ. പ്രാർത്ഥിച്ച് കുരിശ് വരച്ച് അപ്പാപ്പനും എല്ലാവർക്കും സ്തുതിയൊക്കെ കൊടുത്ത് അവനെ പള്ളിയിലേക്ക് പറഞ്ഞു വിട്ടു. അവന് രാവിലെ 9 മണിക്ക് അവിടെ എത്തണമായിരുന്നു. 10 മണിക്കാണ് കുർബാനയും കാര്യങ്ങളും. ഞങ്ങൾ പിന്നെ 10 മണിയുടെ കുർബാനയോടുകൂടി പോയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളും റെഡിയായിട്ട് ഇറങ്ങി. നമ്മൾ എല്ലാവർക്കും പോകാനായിട്ട് വണ്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പോയി കഴിഞ്ഞ് ലാസ്റ്റാണ് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ. പിന്നാലെ അതുമാണ് ബൈക്കിൽ വരുന്നത്. അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നു. പള്ളിയിലിതാ കണ്ടോ, നല്ല ഭംഗിയായിട്ട് നിറയെ ആൾക്കാരുണ്ട്. 18 കുട്ടികളുടെ ഹോളി കമ്മ്യൂണിയൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പെൺകുട്ടികളും ആൺകുട്ടികളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായി അറേഞ്ച് ചെയ്ത്. അപ്പോൾ പള്ളിയിലെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. പള്ളിയിൽ നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് അലൗഡ് ആയിരുന്നില്ല കേട്ടോ. കാരണം എല്ലാ കുട്ടികളും 18 കുട്ടികളുടെയും ക്യാമറാമാൻമാർ വന്ന് അവിടെ ഓടി നടന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാവില്ലേ. അപ്പോൾ അതുകൊണ്ട് ആ പരിപാടി ഉണ്ടായിരുന്നില്ല. പള്ളിയിൽ നിന്ന് തന്നെ ക്യാമറാമാൻമാരെ വെച്ചിട്ടുണ്ട്. അവരതിൻ്റെ പെൻഡ്രൈവ്, പള്ളിയിലത്തെ ചടങ്ങുകളുടെ പെൻഡ്രൈവ് നമുക്ക് തരികയാണ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കൽ കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതാ പുറത്ത് വന്നു. വണ്ടികൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കേട്ടോ. കുറച്ച് ഫോട്ടോ ഒക്കെ പുറത്തുനിന്നൊക്കെ എടുത്തു. അപ്പൂന് കുറച്ച് വെള്ളമൊക്കെ കൊടുത്തു. അപ്പോഴേക്കും നമ്മുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ട്. കുറേ പേര് പള്ളിയിലേക്ക് വന്നു കേട്ടോ. പള്ളിയിലേക്ക് വന്നവരൊക്കെ നമ്മൾ ഹാളിൽ പരിപാടിക്ക് പോകാനായിട്ടുള്ള കാര്യങ്ങൾ നോക്കി എല്ലാവരും പുറത്ത് നിൽക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ നമ്മുടെ പരിപാടി നടക്കുന്ന ഹാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ചെറിയ രീതിയിൽ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജായിട്ടും കയറി വരുമ്പോൾ ബലൂണുകളായിട്ടും ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ 2 പ്രാവശ്യം നമ്മൾ ഈ ടി എടുത്ത ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളാണ് ലാസ്റ്റ് വന്നത്. അപ്പോൾ നമ്മൾ വന്ന് പിന്നെ കുറച്ച് വീഡിയോ ഒക്കെ എടുത്തു. അങ്ങനെ നമ്മുടെ അപ്പു വന്നിട്ടുണ്ട്. പള്ളിയിൽ കോട്ടുണ്ടായിരുന്നില്ല. ഞങ്ങളിവിടെ ഫംഗ്ഷന് വേണ്ടിയിട്ട് കോട്ടും കൂടി സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അനിയനും അനിയത്തിയും പൊന്നും അപ്പു ഇവരെല്ലാവരും കൂടി സ്റ്റേജിലേക്ക് പോവാണ്.
ഇന്നും പ്രാർത്ഥനയ്ക്ക് ശേഷം അപ്പും അനിയനും അനിയത്തിയും പൊന്നു അപ്പച്ചൻ പിന്നെ അനിയത്തിയുടെ അപ്പച്ചനും അമ്മച്ചിയാണ് കേട്ടോ അപ്പുറത്ത് നിൽക്കുന്നത്. അപ്പം അപ്പൂന് അപ്പാപ്പന്മാരും അമ്മാമ്മയും ഒക്കെ തിരി തെളിക്കലും കേക്ക് കട്ട് ചെയ്യലും ഒക്കെ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ എല്ലാവരും അവനെ ആശംസകൾ അറിയിക്കുക വിഷ് ചെയ്യുന്നൊരു പരിപാടിയിലാണ്. ഗിഫ്റ്റ് കൊടുക്കലും വിഷ് ചെയ്യലും ഫോട്ടോ എടുക്കലും ഒക്കെ ആയിട്ടുള്ള പരിപാടികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫുൾ ഫാമിലിയാണ് ഈ ഒരു നിൽക്കുന്നത്. അപ്പച്ചൻ്റെ നമ്മുടെ തറവാട് ഫാമിലി എല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കലും എല്ലാ ആൾക്കാരുമായിട്ട് കേട്ടോ. വരുന്നവരെല്ലാം വന്ന് ഫോട്ടോ എടുക്കലും പരിപാടികളൊക്കെ അവിടെ സ്റ്റേജിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ബാക്കിൽ ഫുഡും കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടെ റുമാലി റൊട്ടി, ചിക്കൻ കറി, ചിക്കൻ ബിരിയാണി, കബാബ്, പിന്നെന്താ സർലാസ്, അച്ചാറ് ഒക്കെ അപ്പുറത്തുണ്ട് കേട്ടോ. വെള്ളം, അച്ചാറ്, സാലഡ്, പിന്നെ പപ്പടം, വെജിറ്റേറിയൻസിന് രസം, ചോറ്, സർലാസ്, പിന്നെ ഇവിടെ ഗോബി ഉണ്ട് കേട്ടോ. ഗോബി മഞ്ചൂരിയൻ ഉണ്ടോ, കോളിഫ്ലവർ ഫ്രൈ ചെയ്യുന്നത്, പിന്നെ വെജിറ്റബിൾ ബിരിയാണി ഉണ്ട്, പനീർ കറി ഉണ്ട്, പനീർ മട്ടർ മസാല ഉണ്ട്. ഇവിടെയും ഇത് വെച്ചിട്ടുണ്ട് കേട്ടോ. വെജിറ്റേറിയൻസിൻ്റെ അവിടെ റുമാലി റൊട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഐസ്ക്രീം ഉണ്ടായിരുന്നു കേട്ടോ. അതവിടെ ഫസ്റ്റ് കയറി വരുമ്പോൾ വെൽക്കം ഡ്രിങ്ക് കൊടുത്തിരുന്ന ആ ഒരു ടേബിളിലാണ് ഐസ്ക്രീമും കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ നമ്മുടെ അന്നത്തെ ദിവസത്തെ മെയിൻ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയുള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.